നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കോളേജ് ഗുരു. ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് മെമ്മറി ടെക്നിക്സ് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു വിവിധ മെമ്മറി ടെക്നിക്സ് ഉപയോഗിക്കണം, അത് നിങ്ങളുടെ ഓർമ്മശക്തിയെ കൂട്ടാനും അത് നിലനിർത്താനും ഒക്കെ അതുകൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ടെക്നിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്തു പഠിക്കുമ്പോഴും ആ കാര്യം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ആദ്യമായി ശ്രദ്ധിക്കണം. സൂത്രവാക്യങ്ങളും സമവാക്യങ്ങളും ഒക്കെ കാണാതെ തന്നെ പഠിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക. വരച്ചു കാണിക്കേണ്ടത് വരച്ചു പഠിക്കുക. എഴുതി പഠിക്കേണ്ടവ എഴുതി തന്നെ പഠിക്കുക. അറിയുക ചെയ്ത് ലഭിക്കേണ്ടത് അങ്ങനെ അറിയുക ചെയ്ത് തന്നെ പഠിക്കുക. ഈ രീതിയിലാണ് നമ്മുടെ പഠനം ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഓർമ്മശക്തി കൂട്ടാനും ഓർമ്മയിലേക്ക് കയറ്റുവാനുള്ള ടെക്നിക്സ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു പറ്റിയുള്ള 15 ടെക്നിക്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. മറ്റുള്ള കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമതായി പറയാനുള്ള അക്രോണിയം ടെക്നിക്സ്. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പ്രസക്തമായിട്ടുള്ള ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് അറിയാവുന്ന ഒരു പദമാക്കി മാറ്റുക. ഉദാഹരണത്തിന് വിവിധ വർണ്ണങ്ങൾ ചേർത്ത് നമ്മൾ വിബ്ജിയോ എന്നത് ഉണ്ടാക്കുന്നത് പോലെ. രണ്ടാമത്തെ ടെക്നിക്സ് ചോദ്യങ്ങളിൽ തന്നെ ഉത്തരം കണ്ടെത്തുന്ന ഒരു രീതി. അതായത് ചോദ്യത്തിലെ തന്നെ ചില വാക്കുകളിൽ നിങ്ങളുടെ ഉത്തരത്തിനുള്ള ട്രിഗർ, ഉത്തരം കണ്ടെത്താനുള്ള ഒരു വഴി, ഒരു പോയിന്റ് ആയിട്ട് അതിനെ ഉപയോഗിക്കാം. അത്തരത്തിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള ഒരു സൂത്രം ആയി അത് ഉപയോഗിക്കാം. മൂന്നാമതായി പറയാനുള്ളത് കീവേഡുകൾ. ഇപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു എസ്സേയോ മറ്റുള്ള കാര്യങ്ങളോ ലോങ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്നുള്ള കീവേഡുകൾ പുറത്തെടുക്കുക. ആ കീവേഡ് നിങ്ങൾക്ക് പിന്നീട് എലാബറേറ്റ് ചെയ്യാൻ പറ്റും. കീവേഡ് ഉണ്ടാക്കി പഠിക്കുക. നാലാമതായി പറയാനുള്ളത് ചെയിൻ ടെക്നിക്കിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കൊച്ചു കൊച്ചു കഥയിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടവ ചേർത്ത് വെച്ച് അത് ആ സ്റ്റോറിയിലൂടെ പഠിക്കുക. അതായത് നമ്മളുടെ മനസ്സിനെ നമ്മൾ ട്രിക്ക് ചെയ്യുകയാണ് ഈ കാര്യങ്ങളിലെ കൊണ്ട്. നമ്മൾ ഓർമ്മശക്തിയിൽ നേരത്തെ ഉള്ളതിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യുക, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ടെക്നിക്കായിട്ട് നമുക്ക് കണക്കാക്കാം. അഞ്ചാമതായി ഡീറ്റെയിലിംഗ് ടെക്നിക്ക്. വിവിധ കാര്യങ്ങൾ, ഒരു എക്സേ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചേർത്ത് വെച്ച് തന്നെ അതിന് വ്യത്യാസങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പ്രത്യേക എസ്സകൾ എഴുതുമ്പോൾ അതിന് വേണ്ട ഒരു സ്റ്റെപ്പ്, അതിന്റെ ഘടന നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. ആ ഘടനയിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് വെക്കുക. എളുപ്പത്തിൽ പഠിക്കാനും ഓർമ്മിച്ചെടുക്കാനും പറ്റും. ആറാമതായി പറയാനുള്ള വിഷ്വലൈസിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരു ചിത്രമായിട്ട് അത് കണക്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അത് ചിത്രമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് മാറ്റി അങ്ങനെ അത് പഠിക്കാനുള്ള, അത് ഓർത്തെടുക്കാനുള്ള ഒരു മാർഗമായി, ഒരു ടെക്നിക്കായിട്ട് അതിനെ ഉപയോഗിക്കാം. ഏഴാമതായി പറയാനുള്ളത് നിങ്ങളെ തെറ്റുകളെ നിങ്ങൾ ട്രിഗറാക്കി മാറ്റുക. നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും വരുത്തിയിട്ടുള്ള തെറ്റുകൾ, ഒരു കാര്യം പഠിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ ട്രിഗറാക്കി മാറ്റാം. അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു കാര്യം എഴുതുമ്പോൾ, ഒരു എസ്സേ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു തിയറം ഉണ്ടാക്കുമ്പോൾ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുമായി ബന്ധപ്പെടുത്തി ആ ശരിയെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആ തെറ്റുകളെ ട്രിഗറാക്കി മാറ്റാൻ പറ്റും. എട്ടാമതായി എനിക്ക് പറയാനുള്ള വിഷ്വൽസ് കാണുക. നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യത്തിനെ കുറിച്ചോ വിഷ്വൽസ്, വീഡിയോസ്, മറ്റു കാര്യങ്ങൾ, ഓഡിയോ വീഡിയോ ഒക്കെ യൂട്യൂബിലോ മറ്റുള്ള മാധ്യമങ്ങളിലോ സിനിമയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുക. അതിലേക്ക് നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുക. അത് പിന്നീട് ട്രിഗറാക്കി ഉപയോഗിക്കാം. ഓക്കെ, ഒൻപതാമതായി എനിക്ക് പറയാനുള്ളത് ഫീൽ ചെയ്ത് പഠിക്കുക എന്നാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് പഠിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അതിനെ തൊട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ഫീൽ ചെയ്ത് പഠിച്ചാൽ അത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അങ്ങനെ ആ ഫീലിങ്സിനെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊരു മികച്ച ടെക്നിക്കാണ്, അതും ശ്രമിക്കാം. പത്താമതായി എനിക്ക് പറയാനുള്ളത് റിവിഷനെ കുറിച്ചാണ്. നിങ്ങൾ എത്ര പഠിച്ചു എന്നതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവ റിവിഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ റിവിഷൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പഠനങ്ങളുടെ കഷ്ടപ്പാടായിരിക്കാം നിങ്ങളുടെ എക്സാമിലൂടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ, ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ റിവിഷനെ കൊണ്ട് സാധിക്കും. ഉത്തരങ്ങൾ എഴുതി പരിശീലിക്കാം. സമയക്രമം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷൻ സമയത്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ അത് പറഞ്ഞു നോക്കുക. അത് നിങ്ങളുടെ മെമ്മറി കൂടുതൽ പ്രവർത്തിക്കാൻ ഉപകാരപ്പെടും. അതായത് നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ നിങ്ങളുടെ അത് മെമ്മറിയിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ നമ്മളുടെ ഈ ഓർമ്മശക്തിയെ നമുക്ക് ട്രിക്ക് ചെയ്യാം, നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താം.
ഇനി ഈ 10 എണ്ണത്തിന് കൂടാതെ ഒരു അഞ്ച് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, അത്തരം പ്രകൃതക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ആ 5 കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. 11ാമത്തെ ടെക്നിക് പദ്യം ഉണ്ടാക്കി പഠിക്കുക. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് ഓർമ്മിച്ച് വെക്കണമെങ്കിൽ പദ്യരൂപത്തിൽ പഠിക്കുക. ഇപ്പൊ നമ്മളുടെ പണ്ട് മുതലേ ഉള്ള ഈ വേദങ്ങളും കാര്യങ്ങളും ഒക്കെ പദ്യരൂപത്തിലാക്കാനുള്ള കാരണം ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളൊക്കെ പദ്യരൂപത്തിലാക്കുമ്പോൾ ആ ഫ്ലോയിൽ അങ്ങനെ പോകുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പഠിക്കാൻ പദ്യരൂപത്തിലാക്കി പഠിച്ചാൽ നല്ലത്. പദ്യരൂപത്തിലാക്കി നിങ്ങൾക്ക് അത് പഠിക്കാനും ഓർമ്മിച്ചെടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 12ാമതായിട്ട് പറയാനുള്ളത് നടന്നു പഠിക്കലിനെ കുറിച്ചാണ്. ചില വിദ്യാർത്ഥികൾക്കൊക്കെ നടന്നു പഠിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടുന്നത് പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനവും നിങ്ങളുടെ മസ്തിഷ്കത്തെ കൂടുതൽ സ്വാധീനിക്കുന്നു എന്നൊക്കെ സ്റ്റഡീസ് പറയുന്നു. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 13ാമതായി പറയാനുള്ളത് ഉറക്കെ പറഞ്ഞു പഠിക്കൽ. ചില കുട്ടികൾക്ക് അങ്ങനെയാണ്, ഒച്ചത്തിൽ വായിച്ച് പഠിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അതിന്റെ പ്രകമ്പനങ്ങൾ കൊണ്ടാവാം അവരുടെ മനസ്സിലത് എളുപ്പത്തിൽ കയറുന്നത്. അത്തരത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടെങ്കിൽ ആ രീതിയും പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. 14ാമതായി പറയാനുള്ളത് നിങ്ങൾ പഠിക്കുന്നത് റെക്കോർഡ് ചെയ്ത് അത് തന്നെ കേൾക്കൽ. അതായത് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ മറ്റ് റെക്കോർഡിംഗ് സംവിധാനത്തിലൂടെ റെക്കോർഡ് ചെയ്ത് അത് നിങ്ങൾ തന്നെ സ്വയം കേൾക്കുക. ഒഴിവ് സമയങ്ങളിലോ ബസ്സിൽ പോകുമ്പോഴോ മറ്റ് നിങ്ങളുടെ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലോ യാത്രയിലോ ഒക്കെ അത് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾക്കാം. ചില കുട്ടികൾക്ക് ഇത് വളരെ സക്സസ്ഫുൾ ആയി മാറുന്നുണ്ട്. അത്തരത്തിൽ ആ ടെക്നിക്സ് ഉപയോഗിക്കാം. ഓക്കെ, 15ാമതായി ഞാൻ പറയാൻ പോകുന്നത് സ്ലീപ്പിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ്. ഈ ടെക്നിക്ക് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 1-2 തവണ ടെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പാടുകയുള്ളൂ. അതായത് നിങ്ങളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ടഫായിട്ടുള്ള ഒരു ഭാഗം പഠിക്കുകയാണെന്ന് ധരിക്കുക. ആ സമയത്ത് നിങ്ങൾ അത് വായിച്ച് വീണ്ടും വീണ്ടും വായിച്ച് നിങ്ങൾ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ക്ഷീണം വന്ന് നിങ്ങൾ ഉറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ കുറച്ചു നേരം ഉറങ്ങുക. ആ ഉറക്കത്തിന് ശേഷം ഇത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി വന്നിട്ടുണ്ടായിരിക്കും. അതിനെ പ്രോസസ് ചെയ്യാനുള്ള നിർദ്ദേശം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉറക്കത്തിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടത് ഓർമ്മയിൽ വരും. അങ്ങനെ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലച്ചോർ നിങ്ങൾക്ക് പ്രോസസ് ചെയ്ത് തരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഉറങ്ങിപ്പോകുന്ന കൂട്ടക്കാരാണെങ്കിൽ അലാറം വെക്കാം. ഇത് നിങ്ങൾക്ക് പറ്റുന്ന ഒന്നല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഈ അവസാനം പറഞ്ഞ 5 കാര്യങ്ങൾ വ്യക്തി അധിഷ്ഠിതമാണ്. ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നല്ല ഓർമ്മശക്തിയുള്ളവർക്ക് നല്ല വിജയം എക്സാമുകളിൽ നേടാൻ സാധിക്കും എന്നുള്ളത് സത്യമാണ്. അതുമാത്രമല്ല, നല്ല ഓർമ്മശക്തി ഒരു വ്യക്തിയെ മികച്ച ഒരാളാക്കി മാറ്റുന്ന കാര്യത്തിൽ ഒന്നാണെന്നുള്ളത് കൂടെ ഓർമ്മിക്കുന്നു. വിവിധ പരീക്ഷകൾക്കും എൻട്രൻസുകളും ഒക്കെ ഈ മെമ്മറിയെ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഈ മെമ്മറി ടെക്നിക്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.